ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ. മനസാക്ഷിയെ മരവിപ്പിക്കുന്ന, മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന ഓരോ വാർത്തകളാണ് ഓരോ ദിവസവും പലസ്തീൻ എന്ന് പറയുന്ന ആ പ്രദേശത്ത് നിന്ന് നമ്മൾ കാണുന്നത്. കാരണം നമ്മുടെ മനസ്സിനെ അത്രത്തോളം വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള ക്രൂരകൃത്യങ്ങളാണ് ഈ നരഭോജികളായിട്ടുള്ള ഈ വൃത്തികെട്ട ഇസ്രയേലിൻ്റെ ഭരണാധികാരിയും അവൻ്റെ അനുയായികളായിട്ടുള്ള തെമ്മാടികളും നരനായാട്ട് ഈ പലസ്തീൻ എന്ന് പറയുന്ന പ്രദേശത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എത്രയായിരം കുഞ്ഞുങ്ങളെ, എത്രയോ സ്ത്രീകളെ, എത്രയോ ദുർബലരായിട്ടുള്ള മനുഷ്യരെ, ഭക്ഷണവുമില്ല, വെള്ളവുമില്ല, കിടപ്പാടവുമില്ല. ഭക്ഷണം കൊടുത്തിട്ട് ആ കൊടുക്കുന്ന സമയത്ത് പോലും വെടിവെച്ച് വന്നിട്ടുള്ള ഈ പരനാറികളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന യവനാണെങ്കിലും അവനും നരഭോജി തന്നെയാണ്. അതിനകത്ത് ഒരു മാറ്റമില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ലോക രാജ്യങ്ങൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശങ്ങളാണെങ്കിൽ പോലും അവിടെയെല്ലാം ഈ ഇസ്രയേൽ എന്ന് പറയുന്ന വൃത്തികെട്ട ജൂത പരീക്ഷകൾക്കെതിരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ നടക്കുന്നു. അമേരിക്കയിൽ നിന്നുള്ള യുദ്ധ ഫ്ലൈറ്റ് വഹിച്ചുകൊണ്ട് ഇസ്രയേലിലേക്ക് പോകാൻ മടിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥർ വരെ നമ്മൾ കണ്ടു. അപ്പം അത്രത്തോളം ഈ പറയുന്ന ട്രംപിനെയും ഈ നെതന്യാഹു എന്ന് പറയുന്ന ഈ രണ്ട് മര ട്രാക്കുളകളെ സാത്താന്റെ സന്തതികൾക്കെതിരെ ലോകവ്യാപകമായി പ്രതിഷേധം നടക്കുമ്പോൾ നമ്മളെ ഇന്ത്യയിലും നടക്കുന്നുണ്ട് അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ. എന്നാൽ നമ്മുടെ നാട്ടിൽ നമ്മൾ സാധാരണ കാണാറുള്ള ഏതൊരു വിഷയമുണ്ടായാലും അതിൽ ഉടനടി വന്നിട്ട് കുറിപ്പുകൾ ഇടുകയും അതിന് അഭിപ്രായം പറയുന്ന ഒരുപാട് നടന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. ഇവൻ നമ്മുടെ മമ്മൂക്ക ആയിക്കോട്ടെ, ലാലേട്ടൻ ആയിക്കോട്ടെ, മലയാളത്തിൽ അന്യഭാഷകളിൽ നിന്നുള്ള നടന്മാരായിക്കോട്ടെ. ഇപ്പൊ മമ്മൂക്കായെ പോലുള്ള ഒരാള് പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അദ്ദേഹം വർഗീയവാദിയാകും, അദ്ദേഹത്തിനെ വർഗീയവാദിയാക്കി ചിത്രീകരിക്കും. ലാലേട്ടൻ ഒരു പോസ്റ്റ് അതുമായി ബന്ധപ്പെട്ട് ഇട്ട് കഴിഞ്ഞാൽ സംഘപരിവാർ അദ്ദേഹത്തെ വിമർശിക്കും. പക്ഷെ നട്ടെല്ല് വളയ്ക്കാത്ത, ഒരു സംഘപരിവാറിന്റെയും മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കാത്ത, ഒരു സംഘികളെയും ഭയപ്പെടാത്ത, ഒരു സിനിമയിൽ ഇനി അഭിനയിക്കാൻ എനിക്ക് ചാൻസ് കിട്ടിയില്ല എന്ന് പോലും വിചാരിക്കാത്ത ആ പലസ്തീൻ ജനതയെ, പലസ്തീൻ മക്കൾക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുള്ള പുലിക്കുട്ടികളായിട്ടുള്ള രണ്ട് ഉശിരുള്ള നടന്മാർ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. ഒന്ന് നമ്മുടെ പ്രകാശ് രാജ്, മറ്റൊന്ന് സത്യരാജ്. ഈ രണ്ട് നടന്മാരെയും നിങ്ങൾ കണ്ട് മനസ്സിലാക്കണം. ഇവിടുത്തെ ഓരോ നടന്മാരും കണ്ട് മനസ്സിലാക്കണം. അവരാണ് യഥാർത്ഥ മനുഷ്യർ, അവരാണ് യഥാർത്ഥ ഇവിടുത്തെ മനുഷ്യന് വേണ്ടി നിലകൊള്ളുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇവർ നടത്തിയിട്ടുള്ള ഈ ഒരു പ്രസംഗം ഉപടിയുമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട അൻസാരി സുഹൈരി ഉസ്താദിന്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. இந்த காசால என்ன நடக்குது? இஸ்ரேல் மட்டும் காரணம் இல்ல, அதுக்கு துணையா இருக்கிற அமெரிக்காவும் காரணம், அதுக்கு மௌனமா இருக்கிற மோடியும் காரணம். இந்த மாதிரி மனித நேயத்திற்காகவும் மனித விடுதலைக்காகவும் பயன்படாவிட்டால் நாங்கள் பிரபலமான நடிகர்களாகிறது ஒரு மயிருக்கு கிடையாது. காசாவில் நடந்து கொண்டிருக்கும் படுகொலை என்பது பார்க்கவே சகிக்க முடியலைங்க. எப்படி அந்த மனிதாபிமானத்தோட அவங்க போய் மேல அந்த குண்டு போடுறாங்க, அந்த குழந்தைகள் சாகிறதை எல்லாம் பார்க்கும்போது இந்த காசாவின் மீது தாக்குதல் நடத்தவன் எப்படி நிம்மதியா படுத்து